ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയ വേളയിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥനയോടെ ആയിരിക്കുവാനും സർവ്വകൃപാലുവായ ദൈവം നമുക്ക് ഈ വൈകിയ വേളയിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് നല്ല അവസരത്തെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കാം. ഒരു നിമിഷം എല്ലാവരും ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുന്നപ്പാ ഈ നല്ല വൈകിയ വേളയിലും അങ്ങയുടെ നാമം ഉയർത്തുവാൻ തന്ന അവസരത്തിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, ഈ വൈകിയ വേളയിലും അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്ന കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. അല്പസമയം ആരും മൗനമായിരിക്കരുത്. വചനം ഇങ്ങനെ പറയുന്നു, അവർ സ്തുതിച്ചപ്പോൾ അമേൻ മതിൽ വീണു. അമേൻ, അവരെ ഭയപ്പെടുത്തിയ മതിൽ സ്തുതിച്ചപ്പോൾ വീണു. ഇന്ന് ഈ വൈകിയ വേളയിലും സ്തുതിക്കുന്നവർക്ക് മുമ്പിൽ മനുഷ്യനും പിശാചും കെട്ടി ഉയർത്തിയ മതിലുകളെ ദൈവം തകർക്കുവാൻ പോകുക. സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന നിനക്ക് മുമ്പിൽ അതേ സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ, മടികൂടാതെ സ്തുതിച്ചു തുടങ്ങിക്കോ. ചില മതിലുകൾ അമേൻ ശത്രു കുറുകെ കെട്ടി ഉയർത്തിയ മതിലുകൾ, ബലം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ചില മതിലുകൾ നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ അനുവദിക്കാത്ത വിധത്തിൽ ശത്രുവ് അമേൻ അതേ ആ മനുഷ്യർ ആ പിശാച് കെട്ടി ഉയർത്തിയ മതിലുകളെ സ്വർഗം തകർക്കുക. നിന്റെ തലമുറകളുടെ ഭാവിക്ക് വിരോധമായി, അവരുടെ മുന്നേറ്റത്തിന് വിരോധമായി ചില വർഷങ്ങളായി ഒരേ സ്ഥാനത്ത് തന്നെ ഇന്ന് വൈകിയ വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, സ്തുതിക്കുന്ന നിന്നോട് തന്നെ ചില വർഷമായി ഒരു മുന്നേറ്റം സാധ്യമാകാതെ ഒരേ സ്ഥാനത്ത്, ഒരേ ജോലിയിൽ, ഒരേ അനുഭവത്തിൽ, ഒരേ തകർച്ചയിൽ, ഒരേ കണ്ണുനീരിൽ, ഒരേ ഇല്ലായ്മയിൽ മുൻപിൽ വാഗ്ദത്തമുണ്ട്. നീ കേട്ട വാഗ്ദത്തമുണ്ട്, നീ ഒത്തിരി കരഞ്ഞ് കേട്ട വാഗ്ദത്തമുണ്ട്, നീ കണ്ട വാഗ്ദത്തമുണ്ട്. അത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു കെട്ടി ഉയർത്തിയ മതിലുകൾ യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. സ്തുതിക്കുന്നവർക്ക് മുമ്പിൽ സഹോദരി, സ്തുതിക്കുന്ന നിനക്ക് മുമ്പിൽ ആ മതിൽ വീഴുക. നിന്റെ തലമുറയ്ക്ക് വിരോധമായി ശത്രു കെട്ടി ഉയർത്തിയ മതിൽ സ്തുതിക്കുന്ന നിനക്ക് മുമ്പിൽ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ദേശത്തിൽ ആമേൻ വിടുതൽ സംഭവിക്കുന്നതിന്, ജനം കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുന്നതിന്, ദേശത്തിൽ യേശുവിന്റെ നാമം ഉയരുന്നതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകളെ സ്വർഗമങ്ങ് തകർക്കുന്ന കൃപയ്ക്ക് യേശുവിൻ നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത്, അതേ കുടുംബങ്ങൾക്കകത്ത് പിശാച് കെട്ടി ഉയർത്തിയ മതിലുകൾ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ മതിലുകൾ തകരുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എല്ലാ മതിലുകളും തകരട്ടെ. ശത്രു കെട്ടി ഉയർത്തിയ വേലിക്കെട്ടുകൾ പൊളിഞ്ഞു യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് സ്തുതിച്ചാട്ടെ. നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നവർ മടികൂടാതെ ആ തരങ്ങളെ തുറന്ന് സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, നാന്ദി കർത്താവേ, നാന്ദി യേശുവേ. ആ മതിൽ വീണ കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന് ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല വൈകിയ വേളയിലും നിങ്ങളുടെ മധ്യേ നല്ല കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കടന്നു വന്ന കൂട്ടായ്മയുടെ അനുഭവം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടേ ഇരുന്നു. ആമേൻ. ചില മതിലുകളെ കർത്താവ് ഇന്ന് വീഴ്ത്തും. ആമേൻ, സ്തോത്രം. മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന മതിലുകളെ കർത്താവ് വീഴ്ത്തും. ആമേൻ. ഇന്ന് ഈ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് തന്നെ ആമേൻ ജിത്തുവിലൂടെ നിങ്ങൾ കേട്ടു, ഭയപ്പെടേണ്ട. ആമേൻ. ചില ഭയങ്ങൾക്ക് കാരണമായ മതിലുകളെയും കർത്താവ് ഇന്ന് വീഴ്ത്തും. ആമേൻ. എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറയും? ആമേൻ. നിന്റെ ഭയത്തിന് കാരണം ചില മതിലുകളാണ്. ആമേൻ. മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന മതിലുകളാണ്. യേശുവിൻ നാമത്തിൽ ആമേൻ. ഭയം ആമേൻ ചെറിയ ഭയമല്ല. ആമേൻ. ഭയം ചെറിയൊരു വികാരമല്ല. ആമേൻ, സ്തോത്രം. നോക്കൂ, 430 വർഷമാണ് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മിസ്രൈമിൽ കഷ്ടത അനുഭവിച്ചത്. ആമേൻ. ഒത്തിരി പേർ നഷ്ടപ്പെട്ടു പോയി, ഒത്തിരി കരഞ്ഞു, ഒത്തിരി തകർന്നു. അവിടെ നിന്ന് ഒരു വിടുതലുണ്ടായി. പിന്നെയും ഒരു 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു, മരുഭൂമിയിൽ കഷ്ടപ്പെട്ടു, ഒത്തിരി പേർ നഷ്ടപ്പെട്ടു. തുടർന്ന് ആമേൻ വാഗ്ദത്തത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ മുൻപിൽ കെട്ടി ഉയർത്തപ്പെട്ട മതിൽ. ആരാണെങ്കിലും ഭയന്നു പോകും. ആമേൻ. തീർന്നില്ലേ? ഇനി
ഇനിയും ഈ കഷ്ടത തീർന്നില്ലേ? എത്ര നാളായി കരച്ചിൽ തുടങ്ങിയിട്ട്, എത്ര നാളായി ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ട്, ഇതുവരെയായിട്ടും ഇതിനൊരു അറുതിയില്ലേ? ആരോ ചോദിക്കുന്നുണ്ട്. ദൈവദാസനെ, ഒത്തിരി നാളുകൊണ്ട് അനുഭവിക്കുന്നതാ, ഒത്തിരി വർഷം കൊണ്ട് കരയുന്നതാ, ആമേൻ, ഒത്തിരി നാളുകൊണ്ട് ഒരു മുന്നേറ്റം സാധ്യമാകാതെ ആയിരിക്കുന്ന സ്ഥാനത്ത് തന്നെ നഷ്ടപ്പെട്ടവളായി തകർക്കപ്പെട്ടവളായി കേൾക്ക്. ആമേൻ, ആ ഭയപ്പാടിന് സ്വർഗം അറുതി വരുത്തുക. നിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി മനുഷ്യനും പിശാചും ഒരുപോലെ കെട്ടി ഉയർത്തിയ സഹോദരൻ, നിന്നോട് ആ രാജ്യത്ത് നീ കടന്നുപോയി, ആ വാഗ്ദത്തത്തിൽ നീ എത്തപ്പെട്ടു. പക്ഷേ അലച്ചിൽ തീർന്നിട്ടില്ല. 430 വർഷം അവിടെ പോയി, 40 വർഷം മരുഭൂമിയിൽ പോയി. ഈ പറയുന്നത് പോലെ നീ പറയുന്നുണ്ട്, ദൈവദാസനെ, കുറെ പലിശ കൊടുത്തു തീർന്നു, കുറെ ആമേൻ കടം വീട്ടി തീർന്നു, കുറെ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഇപ്പോഴും ഞാൻ അങ്ങ് എത്തിയിട്ടില്ല. ഞാൻ കടന്നു വന്ന സ്ഥാനത്ത് എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒരു ഭവനമെന്ന ആഗ്രഹം ഇപ്പോഴും നിറവേറിയിട്ടില്ല. ഞാൻ ഇപ്പോഴും വാടക ഭവനത്തിലാണ്. മടങ്ങിപ്പോയാൽ ഇനിയും ഞാൻ ആമേൻ കൂലിപ്പണിക്ക് പോകേണ്ടി വരും. മടങ്ങിപ്പോയാൽ ഇനിയും ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു സെക്യൂരിറ്റിയായി നിൽക്കേണ്ടി വരും. അതെ, നീ ഭാരപ്പെട്ടായിരിക്കുക. കേൾക്ക്, ആ മതിലിനെ കർത്താവ് വീഴ്ത്തുക. നിന്റെ ഇല്ലായ്മകൾ കരുതി വരുത്തുവാൻ, കടന്നുപോയ നാള് മുതൽ നീ കൊടുത്തു തീർത്ത ബാധ്യതകളോട് പേര് ചേർക്കുവാനല്ല, അതെ ആമേൻ, ചിലത് സമ്പാദിക്കുവാൻ തക്കവണ്ണം. സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ചിലത് സമ്പാദിക്കുവാൻ തക്കവണ്ണം എന്നെ കേട്ടായിരിക്കുന്ന പ്രിയ സഹോദരി, കേൾക്ക്, ആമേൻ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ചിലത് മിച്ചം പിടിക്കുവാൻ തക്കവണ്ണം. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ഒഴിഞ്ഞ ബാങ്ക് അക്കൗണ്ടുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഒരുപക്ഷേ നിങ്ങൾ ചിലർ ആമേൻ ചിന്തിച്ചേക്കാം, എന്തിനാണ് ഈ മനുഷ്യൻ ഒഴിഞ്ഞ ബാങ്ക് അക്കൗണ്ടുകളെ ഓർത്ത് സ്തുതിക്കുന്നത്? എല്ലാവരും സ്തുതിക്കുന്നത് ആമേൻ ആമേൻ നിറഞ്ഞ അക്കൗണ്ടിനെ ഓർത്താണല്ലോ. ആമേൻ, സ്തോത്രം. ഇൻകം ടാക്സ് വരുന്ന അക്കൗണ്ടിനെ ഓർത്ത് സ്തുതിച്ചാൽ അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ എന്തിനാണ് ഒഴിഞ്ഞ ആമേൻ സ്തോത്രം അക്കൗണ്ടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്? ഞാൻ പറയട്ടെ, ആമേൻ, ലാസർ ഉയർത്തു എന്ന് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളത് വായിച്ചിട്ടുണ്ടായിരിക്കാം. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 43-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ലാസറിനെ വിളിച്ചു. ലാസർ കല്ലറയ്ക്കകത്ത് നിന്ന് 3 ദിവസത്തെ വിശ്രമ ജീവിതം കഴിഞ്ഞ് വീണ്ടും തിരക്ക് പിടിച്ച ലൈഫിലേക്ക് തിരികെ വന്നു. ആമേൻ, സ്തോത്രം. അതൊരു സന്തോഷത്തിന്റെ വാർത്തയാണ്. ആമേൻ, അതിൽ കൈയടിക്കണം, അതിൽ സ്തുതിക്കണം. നമ്മളത് ഇങ്ങനെ കാലാകാലങ്ങളായി ചെയ്തു വന്ന കാര്യമാണ്. എന്നാൽ ഞാൻ ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്നത് ലാസർ പുറത്തു വന്നു എന്ന് കേൾക്കുമ്പോഴല്ല, ലാസർ മരിച്ചു എന്ന് കേൾക്കുമ്പോഴാണ്. ആമേൻ, ലാസർ പുറത്തു വരണമെങ്കിൽ ഒരു മരണം സംഭവിച്ചേ പറ്റത്തുള്ളൂ. ആമേൻ, നീ ചില കഷ്ടതകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിനക്കൊരു പുറത്തു വരവുണ്ട്. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി സ്തോത്രം ചെയ്യുക. നിന്റെ ഒഴിഞ്ഞ അക്കൗണ്ടിനെ നോക്കി, യേശുവേ, എനിക്കൊരു ഒഴിഞ്ഞ അക്കൗണ്ട് തന്ന കൃപയ്ക്കായി, മിനിമം ബാലൻസ് ഇല്ലാത്ത അക്കൗണ്ട് തന്ന കൃപയ്ക്കായി, മാസാവസാനം ശൂന്യമാകുന്ന ഒരു അക്കൗണ്ട് തന്ന കൃപയ്ക്കായി, പേപ്പർ മാത്രമുള്ള പേഴ്സ് തന്ന കൃപയ്ക്ക്, യേശുവിൻ നാമത്തിൽ പേപ്പർ മാത്രമുള്ള പേഴ്സ് തന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. സ്തുതിക്ക്. ആമേൻ. ആ പേപ്പറിന്റെ സ്ഥാനത്ത് എന്റെ കർത്താവ് കറൻസി കൊണ്ട് നിന്റെ പേഴ്സിനെ നിറയ്ക്കുവാൻ പോകുക. നിന്റെ ഒഴിഞ്ഞ അക്കൗണ്ടിന്റെ ശൂന്യതകൾ. ഓ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ, സ്തോത്രം. ലാസർ മരിച്ചു എന്ന് കേട്ടാൽ നിർത്താതെ ദൈവത്തെ സ്തുതിച്ചോളണം. ആമേൻ. വെറും 3 ദിവസം മാത്രം മതി, അതിനപ്പുറം ആമേൻ ചരിത്രത്തെ മാറ്റുന്ന ഒരു അത്ഭുതം സംഭവിക്കുവാൻ പോകുക. ആമേൻ. ചിലത് ആമേൻ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ, വലിയ ഭയപ്പാട് ഏൽക്കുന്ന ചിലത് സംഭവിക്കുമ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട മുൻപിൽ വലിയൊരു അത്ഭുതം ഉണ്ട്. ആമേൻ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? കാത് തുറന്ന് കേൾക്കുക. ആമേൻ. എന്തുകൊണ്ടാണ് ദൈവദാസനെ, പലരും ചോദിക്കാറുണ്ട്, ദൈവദാസനെ, നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ, നിങ്ങളുടെയൊക്കെ സാക്ഷ്യങ്ങൾ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും പ്രാരംഭം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ പറയുന്നു നിങ്ങൾ കഷ്ടതയിലായിരുന്നു, നിങ്ങൾ പറയുന്നു നിങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ബൈബിളും അത് പറയുന്നു, ബൈബിൾ എടുക്കുന്ന ഓരോ വ്യക്തികളും അത് പറയുന്നു. പക്ഷേ ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. ആ കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നുപോയി, ആ പ്രശ്നത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി, ആ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ അപ്പുറം നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. കാരണം മറ്റൊന്നുമല്ല, ആമേൻ, ഞങ്ങൾ കടന്നുപോയ കഷ്ടതയുടെ സമയത്ത് ഞങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവത്തിങ്കിലേക്ക് ചെവി ചായ്ച്ചു. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ഞങ്ങളുടെ കഷ്ടതയുടെ മധ്യത്തിൽ ഞങ്ങൾ ലോകത്തിൻ്റെ ശബ്ദത്തിനല്ല ചെവി കൊടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു, ലോകത്തിൽ നിന്ന് ഇനി കേൾക്കുവാൻ പോകുന്നത് നല്ല ശബ്ദങ്ങളൊന്നും അല്ല. ആമേൻ. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ
നല്ല ശബ്ദങ്ങൾ ഇടപെടാതെ കേട്ടുകൊണ്ടിരിക്കും. നിങ്ങൾ നല്ലത് ചെയ്തുകൊണ്ട് നന്മ പ്രാപിച്ച് നന്മ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടപെടാതെ നിങ്ങളുടെ കാതുകളിൽ നല്ല വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുക. നീ കിടിലമാണ്, നീ ഒരു സംഭവമാണ്, ആമേൻ. നിന്റെ മക്കൾ ഒരു ആമേൻ, നീ മക്കളെ വളർത്തി അങ്ങ് ഇതുപോലൊരു അപ്പനില്ല, ഇതുപോലൊരു അമ്മയില്ല, ഇതുപോലെ മക്കളില്ല, ഇതുപോലൊരു ശുശ്രൂഷകനില്ല. ഇങ്ങനെ ആമേൻ നല്ലത് ആമേൻ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നല്ലത് നടക്കുമ്പോൾ ഒപ്പം ആമേൻ 8 നല്ല വാക്ക് നിനക്ക് കേൾക്കുവാൻ കഴിയും. ആമേൻ. പക്ഷേ ദോഷകരമായത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നല്ല വാക്കുകൾ മാറും. ആമേൻ. അവർ നിന്നെ മാത്രമല്ല കുറ്റം പറയുന്നത്, നിന്റെ അപ്പനെ കുറ്റം പറയും, നിന്റെ അമ്മയെ കുറ്റം പറയും, നിന്റെ നാടിനെ കുറ്റം പറയും, നിന്റെ വീടിനെ കുറ്റം പറയും. യോബ് ജന്മദിവസത്തെ ശപിച്ചതുപോലെ നിന്നെ ശപിക്കുമാറാക്കും. അതുകൊണ്ട് കഷ്ടത കടന്നു വരുമ്പോൾ പിന്നെ ആമേൻ ആമേൻ ചെവി കുറിപ്പിക്കേണ്ടത് ഈ ലോകത്തിലേക്കല്ല, ദൈവത്തിങ്കിലേക്ക് ചെവി കുറിപ്പിക്കണം. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, കഷ്ടതയുടെ മധ്യത്തിലായിരിക്കുന്നു, ഇനി ലോകത്തിലേക്ക് നിന്റെ ചെവി തുറന്നിരിക്കരുത്. ഉയരത്തിലേക്ക് നിന്റെ ചെവി തുറന്നിരിക്കുമെങ്കിൽ നിന്റെ ഭയപ്പാടിന് അറുതി വരുത്തുന്ന ദൈവത്തിന്റെ ശബ്ദം നീ ഇന്ന് പകൽക്കാലം കേൾക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. ഹല്ലേലൂയ. നോക്കൂ, വിശുദ്ധ വേദപുസ്തകം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ ആമേൻ ചിന്തയുടെ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയത് ആ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ്. ആമേൻ. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ജനം ഈ പറഞ്ഞ ആമേൻ പ്രസ്തുത മതിലിന് മുൻപിൽ വന്നെത്തി. ആമേൻ. 430 വർഷത്തെ കഷ്ടതയ്ക്ക് അറുതി വരുമെന്ന് പറഞ്ഞ് ആമേൻ അവർ ഇറങ്ങി. 40 വർഷത്തെ അലിച്ചിലിന് അറുതി വരുമെന്ന് പറഞ്ഞ് അവർ ചെന്ന് കയറി. എവിടെ? യെരിഹോ നിവാസികൾ പണിതുയർത്തിയിരുന്ന മതിലിന് മുൻപിൽ. യെരിഹോ നിവാസികൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ആമേൻ. ഞങ്ങളെ കൊന്നിട്ടല്ലാതെ നീ ഇതുവഴി പോകത്തില്ല. ആമേൻ. ചിലരുടെയൊക്കെ ഒറ്റ കണ്ടീഷൻ ഇതാ, ഞങ്ങൾ ചത്തിട്ടല്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരു നല്ലത് നടക്കത്തില്ല. ആമേൻ. സ്തോത്രം. ഞങ്ങളെ കൊന്നിട്ടല്ലാതെ നീ ദേശത്തിൽ സന്തോഷമായി ജീവിക്കത്തില്ല. ഞങ്ങളുടെ പുക കണ്ടിട്ടല്ലാതെ നിനക്ക് സന്തോഷമായി ജീവിക്കാമെന്ന് നീ കരുതണ്ട. ആരുടെയൊക്കെ വാക്കുകൾ ചിലർ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ആമേൻ. ചിലരുടെ കഠിന വാക്കുകൾ, ഓ റാധേരെ ഷന്ധാരകന, ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം നിനക്കൊരു സ്വസ്ഥത തരത്തില്ല എന്ന്, നിന്നെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാക്കുകൊണ്ട് മാത്രമല്ല, ആഭിചാരങ്ങളിലൂടെ, മന്ത്രവാദങ്ങളിലൂടെ, ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ നിന്നെ തകർത്ത് കളയുവാൻ, നിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുവാൻ, നിന്റെ അലച്ചിലിനും കണ്ണുനീരിനും അറുതി ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം കെട്ടി ഉയർത്തപ്പെട്ട ആഭിചാരത്തിന്റെ മതിലുകളെ സ്വർഗ്ഗം ഇന്ന് തകർക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ആമേൻ. മുൻപിൽ യെരിഹോ മതിലാണ്, മുൻപിൽ യെരിഹോ മതിലാണ്. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു, കഷ്ടതയുടെ മധ്യത്തിലാകുമ്പോൾ നമ്മൾ ദൈവത്തിങ്കിലേക്ക് ചെവി ചായ്ക്കണം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി. ആമേൻ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞങ്ങളങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതിയോ? നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ കേൾക്കുക മാത്രമല്ല, ആമേൻ, അപ്പോൾ ഞങ്ങൾ ആമേൻ ചെവി ദൈവത്തിങ്കിലേക്ക് നീട്ടുക മാത്രമല്ല, ഞങ്ങളുടെ കണ്ണും ദൈവത്തിങ്കിലേക്ക് മാത്രം ആയിരിക്കും. നോക്കൂ, 5-ാം അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും, അർദ്ധരാത്രിയിൽ ജനമൊക്കെ ഭയന്ന് ഉറങ്ങുകയാണ്. ആമേൻ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് തളർന്ന് ജനമൊക്കെ ഉറങ്ങുമ്പോൾ വചനം പറയുന്നു, യോശുവ ഉറക്കമില്ലാതെ തുറന്ന കണ്ണുകളോടെ ആമേൻ എന്തായിത്തീരും? നാളെ എൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച മോശയുടെ കയ്യിൽ നിന്ന് ആമേൻ സ്തോത്രം ഞാൻ കൊണ്ടുവന്ന ഈ ജനത്തിന്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് ചിന്തിച്ച് ആമേൻ സ്തോത്രം ഈ ജനം ഭയന്നുറങ്ങുമ്പോൾ യോശുവ എന്ന ഭക്തൻ ആമേൻ ഭയന്ന് ഉറക്കം വരാതെ ദൈവത്തിങ്കലേക്ക് നോക്കിയായിരിക്കുന്നു. വചനം പറയുന്നു, ഊരിപ്പിടിച്ച വാളുമായി ദൂതൻ നിൽക്കുന്നത് ജനമല്ല കണ്ടത്, പാളയത്തിൽ തളർന്നുറങ്ങിയ ജനമല്ല കണ്ടത്, യോശുവ എന്ന ഭക്തൻ കണ്ടു. ഈ വൈകിയവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ഈ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി ദൂതൻ ഇറങ്ങി. ഓ നീ ലോകത്തിലേക്ക് തുറന്നു വെച്ച കണ്ണിന്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് കണ്ണ് തുറന്നായിരിക്കുമ്പോൾ ഈ രാത്രി എനിക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തൊഴിൽ മേഖലയിൽ, നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഊരിപ്പിടിച്ച വാളുമായി അവരുടെ മുന്നേറ്റത്തെ തകർക്കുന്ന മതിലുകളെ പൊളിക്കുവാൻ ശക്തനായ ദൂതൻ സ്തുതിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. ഈ രാത്രിയിലും കഷ്ടതയുടെ മധ്യത്തിലും സ്തുതിക്കുന്ന, കഠിനതയുടെ മധ്യത്തിലും സ്തുതിക്കുന്ന സഹോദരി സഹോദര, നിനക്ക് വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി എൻ്റെ ദൈവം തന്റെ ദൂതനെ അയച്ചിട്ടുണ്ട്. ആമേൻ. നോക്കൂ, ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ട
തരപ്പെട്ടവൻ, ഈ ജനത്തിൻ്റെ മുൻപേ നടന്നവൻ, അവൻ അർദ്ധരാത്രി ഉറക്കമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിയോടെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൂതനെ കണ്ടു. ആ ദൂതൻ പറയുക, ഞാൻ സൈന്യങ്ങളുടെ അധിപതിയായവൻ തന്നെ, ഞാൻ സൈന്യങ്ങളുടെ അധിപതി ആയവൻ. ആമേൻ, സ്തോത്രം തന്നെ. ആമേൻ. നോക്കൂ, ആമേൻ. പിറ്റേ ദിവസം ആമേൻ അതേ ഭക്തനിലൂടെ യോശുവയിലൂടെ കാത് യോശുവയിലേക്ക് ആമേൻ തുറന്നിരുന്ന ദൈവത്തിന്റെ ജനം കേൾക്കുകയാണ്, ആമേൻ, നിങ്ങൾ ഇന്ന് സ്തുതിക്കുമ്പോൾ ഈ മതിൽ വീഴും. ആമേൻ, സ്തോത്രം. അവർ അതുവരെ കാത് തുറന്നു വച്ചിരുന്നത് യെരിഹോ നിവാസികളുടെ ശബ്ദത്തിനാണ്. യെരിഹോ നിവാസികൾ പറഞ്ഞുകൊണ്ടിരുന്നു, എന്താണ്? കാണിച്ചു തരാം, നീ ഇതുവഴി ഒന്ന് കടന്നു പോകുന്നത് കാണിച്ചു തരാം, നിന്റെ തലമുറ രക്ഷപ്പെടുന്നത് കാണിച്ചു തരാം, നിന്റെ കുടുംബം രക്ഷപ്പെടുന്നത് കാണിച്ചു തരാം, നിന്റെ കുടുംബത്തിനകത്ത് ഒരു സമാധാനം ഉണ്ടാകുന്നത്, നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത്, നീ നന്മ പ്രാപിക്കുന്നത്, നീ നേരം വണ്ണം ജീവിക്കുന്നത്. പ്രിയ സഹോദരി, അകത്തു നിന്ന് തന്നെ, പുറത്തു നിന്നല്ല. നീയും നിന്റെ ഭർത്താവും നിന്റെ മകളും ഒരുമിച്ച് തെണ്ടുമെന്ന് പറഞ്ഞ് വാദിച്ച് വെല്ലുവിളിച്ച് നിൽക്കുന്ന, കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ മണ്ഡലത്തെ ഇന്ന് പകലിലും ആമേൻ തകർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ആമേൻ. തെണ്ടുന്നത് നീയല്ല. ഓ രാധാരാക്ഷിയാരധരേ ശന്ധാരകന ദീപൽ ബൗഡ ശന്തോരകൻ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അതുകൊണ്ട് കഷ്ടതയുടെ മധ്യത്തിൽ തുറന്നിരിക്കേണ്ടത് ചെവികളാണ്, ലോകത്തിലേക്കല്ല. ആമേൻ. ദൈവത്തിങ്കിലേക്ക് ആമേൻ കാത് തുറന്നു വയ്ക്ക്. ആമേൻ. ദൈവം സംസാരിക്കും. ചില യെരിഹോ മതിലുകൾ വീഴുവാൻ പോകുന്നു. എത്ര പേർ വിശ്വാസത്തോടെ പറയും, എൻ്റെ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന മതിൽ ഈ സമയം വീണു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ മുന്നേറ്റത്തിന് തടസ്സമായി, എൻ്റെ പ്രാപിക്കലിന് തടസ്സം, ഓ രാധേരേ ശന്ധാരകൻ യേശുവിൻ നാമത്തിൽ. ആമേൻ. സത്യമായി ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ പ്രാപിക്കുന്നവരാ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. സത്യമായും അതെ, നിങ്ങൾ പ്രാപിക്കുന്നവരുടെ കൂട്ടമാ. ആമേൻ. വിശ്വസിക്കുന്നവർ നിശ്ചയമായി പ്രാപിക്കും. പുറത്തൊരു വലിയ കൂട്ടമുണ്ടല്ലോ, പരിഹാസികളായി മാറിയ, കുറ്റം പറയുന്നവരായി മാറിയ, എന്താണ് പറയുന്നതെന്ന് പോലും ചിന്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ. എന്നെ കേൾക്കുന്ന പ്രിയരെ, തർക്കിക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന് പറയുന്നവരായി നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത്. ആമേൻ. ആമേൻ. പേര് പറയുവാനും പുകഴുവാനും എനിക്കൊരു ദൈവമുണ്ടെന്ന് പറയുന്നവരായി ആരും ജീവിക്കരുത്. കാരണം വചനം പറയുന്നു, നമുക്കൊരു ദൈവമുണ്ട്, അവൻ സർവശക്തനാണ്. എൽ ഷദായ്, സർവശക്തനായ ദൈവം, നമ്മുടെ ദൈവം, അവൻ സർവശക്തനാണ്. ആകാശത്തെ വിരിച്ച ദൈവം. ആമേൻ. ഈ ഭൂമിയിൽ ആമേൻ കടൽ കരകവിഞ്ഞു വരാതിരിക്കുവാൻ തക്കവണ്ണം പഞ്ചസാര മണൽ കൊണ്ട് അതിർ തീർത്ത ദൈവം, അവൻ ശക്തനാണ്. അവൻ നിന്റെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ, സഹോദരി നിന്റെ കുടുംബത്തിനകത്ത് പ്രവർത്തിക്കുവാൻ, സഹോദര നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവം. ഓ യേശുവിൻ നാമത്തിൽ. ആമേൻ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഏതവസ്ഥയിൽ നമുക്ക് പറയുവാൻ കഴിയണം, നമ്മുടെ ദൈവം അത്ഭുതവാനാണ്. ആമേൻ. നമ്മുടെ ദൈവം അതിശയവാനാണ്. ആമേൻ. തർക്കിക്കുന്നവർ തർക്കിക്കട്ടെ. ആമേൻ. ലോജിക്ക് അന്വേഷിക്കുന്നവർ ലോജിക്ക് അന്വേഷിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, മണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മുൻപിൽ ലോജിക്കൊന്നുമില്ല. ആമേൻ. മാജിക്ക് മാത്രമേ ഉള്ളൂ. ആമേൻ. അത്ഭുതം മാത്രമേ ഉള്ളൂ. ആമേൻ. ദൈവസന്നിധിയിൽ നിങ്ങൾ കാണുവാൻ പോകുന്നത് അത്ഭുതമാണ്. പരീക്ഷാ പേപ്പറിലെ മാർക്കിന് സ്ഥാനത്തിലല്ല. ഇന്ന് ഈ വൈകിവേളയിൽ പ്രവചിച്ചു പറയട്ടെ, വരുന്ന വർഷങ്ങളിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറകളിൽ സംഭവിക്കുവാൻ പോകുന്നത് പരീക്ഷ മാർക്ക് ലിസ്റ്റിലെ മാർക്കിനനുസരിച്ചുള്ളതല്ല. അവൻ മിറക്കിൾ സംഭവിക്കുവാൻ പോകുക. ലോജിക്ക് കൊണ്ട് ചിന്തിക്കുവാൻ കഴിയാത്ത മിറക്കിൾ. അവൻ മിറക്കിൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് ഈ വൈകിവേളയിൽ ജീവിക്കുന്നു. അത് തിരിച്ചറിയുന്നത് കൊണ്ടാണ്. ആമേൻ. പലരും ചോദിക്കാറുണ്ട്, ദൈവദാസരെ, നിങ്ങൾക്ക് ഭ്രാന്താണോ ഇങ്ങനെ കിടന്ന് ഉപവസിക്കുവാൻ? ആമേൻ. സ്തോത്രം. നോക്കൂ, ഇത് 4ാമത്തെ ദിവസമാണ്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസം. ആമേൻ. 4 ദിവസമായി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ക്രെഡിറ്റ് പറയുന്നതല്ല. ആമേൻ. ക്രെഡിറ്റ് പറയുവാനൊന്നുമില്ല. ആമേൻ. കുറ്റം പറയുന്നവരും അല്ല. ആമേൻ. സ്നേഹം കൊണ്ട് പറയുന്നവരാണ്. കാരണം പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർക്കറിയാം, ജനുവരി മാസം മുഴുവൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. 31 ദിവസം ഫാസ്റ്റിംഗ്. അത് കഴിഞ്ഞ് ആമേൻ 7 ദിവസം, അത് കഴിഞ്ഞ് 10 ദിവസം, അത് കഴിഞ്ഞ് പിന്നെയും 7 ദിവസം, പിന്നെയും സ്തോത്രം, അത് കഴിഞ്ഞ് 21 ദിവസം. ആമേൻ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഉപവസിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, പലരും ചോദിക്കുന്നുണ്ട്, സ്നേഹ ഉദ്ദേശത്തോടെ
ദീർഘക്ഷമയോടെ ഉപദേശിക്കുന്നവരുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപവസിക്കേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് ആമേൻ സ്തോത്രം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അറിയാമല്ലോ, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം ദൈവം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, എന്തിനാണ് ഇങ്ങനെ ഉപവസിക്കുന്നത്? ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറഞ്ഞാൽ ആമേൻ ഒരു ഭക്തന്റെ ജീവശ്വാസം പോലെയാണ്. ആമേൻ. ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ക്രെഡിറ്റ് ഉള്ളത് കൊണ്ടല്ല, ഇന്നും ഈ സമയവും കർത്താവ് നിർത്തിയിരിക്കുന്നത് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള മനസ്സുള്ളത് കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ ഉപവാസത്തിലേക്ക് തള്ളിവിടുവാനല്ല ഇത് പറയുന്നത്. ആമേൻ. ഞങ്ങൾക്ക് ഉപവസിക്കുവാൻ ആമേൻ ആമേൻ മനസ്സുണ്ട്, ഞങ്ങൾക്ക് ഉപവസിക്കുവാൻ ഇഷ്ടവുമാണ്. ആമേൻ സ്തോത്രം. അത് ദിവസങ്ങളോളമെങ്കിൽ ദിവസങ്ങളോളം, മാസങ്ങളോളമെങ്കിൽ മാസങ്ങളോളം. കാരണം ഒരു നാളിൽ ആമേൻ ഒരു സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, സഹായിക്കുവാൻ ആരുമില്ലാതെ, ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ ആരുമില്ലാതെ, ഞങ്ങളെ മുൻപോട്ട് കരം പിടിച്ച് നടത്തുവാൻ ആരുമില്ലാതെ എങ്ങിപ്പോയി നിന്ന സ്ഥാനത്ത് ആമേൻ ജീവിതം തന്നെ മടുത്തുപോയ വെറുത്തുപോയ സ്ഥാനത്ത് ഈ ലോകത്തിലെ ഒരു സന്തോഷവും വേണ്ട, അത് ആഹാരം തരുന്നതാണെങ്കിൽ അതും വേണ്ട എന്ന് പറഞ്ഞ് നെടുമ്പാട് ദിവസങ്ങൾ മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ വീണുപവസിക്കുവാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് ഈ വൈകിയ വേളയിലും നിങ്ങൾക്ക് മുമ്പിൽ അതേ ശക്തിയോടെ കർത്താവിനെ കുറിച്ച് പറയുവാൻ ആമേൻ അവസരം ഒരുങ്ങപ്പെട്ടത്. നീ ഉപവസിക്കുമെങ്കിൽ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ, നിന്റെ പ്രാർത്ഥനയും ഉപവാസവും വൃഥാവായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. ചോദ്യത്തിന് ഉത്തരമുണ്ട്. പലരും ചോദിക്കും, ദേവദാസനെ എന്തിന് ഇത്രമാത്രം ഉപവസിക്കുന്നു? ഇത്രമാത്രം ആവശ്യങ്ങൾ എന്താണ്? ഇത്രമാത്രം ആമേൻ ഇത്രമാത്രം ഉപവസിക്കേണ്ടതിൻ്റെ കാര്യം എന്താണ്? കാരണം ആമേൻ ഞങ്ങൾക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ആമേൻ ഇപ്പോൾ തന്നെ പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവാസത്തോടെ ആയിരിക്കുന്ന ഒരു 200-ൽ കുറയാത്ത വ്യക്തികളെങ്കിലും കാണും. ആമേൻ. 21 ദിവസം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾക്കറിയാം ഏറ്റവും കുറഞ്ഞത് 500-ൽ കുറയാത്ത വ്യക്തികളെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിച്ച് ഉപവാസം നിർത്തും. അത് എവിടെയെങ്കിലും ഒരു ഹാളിനകത്ത് പൂട്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞ് ഉപവസിപ്പിക്കുന്നതല്ല. ആമേൻ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പല സ്ഥലങ്ങളിൽ നമ്മൾ പകൽ നടക്കുമ്പോൾ രാത്രി ഉറങ്ങുന്ന ആമേൻ അങ്ങനെ പകലും രാത്രിയും തമ്മിൽ വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ പോലും ആമേൻ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഉപവസിക്കുന്ന ഒരു കൂട്ടം പ്രൈസർ ഫാമിലിക്കൊപ്പമുണ്ട്. അവർക്ക് പരിമിതികളുണ്ട്. ഞങ്ങൾക്കറിയാം, ഉപവസിക്കുന്ന നിങ്ങൾക്ക് പരിമിതികളുണ്ട്. ആമേൻ. നിങ്ങൾ കുടുംബിനികളായിരിക്കാം, നിങ്ങൾ ആമേൻ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, വിദേശങ്ങളിൽ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർ ആമേൻ പല പല ജോലികൾ ചെയ്യുന്നവരാണ്. അവർക്ക് ജോലിയുടേതായ തിരക്കുകളുണ്ട്. ആമേൻ. ഞങ്ങളെപ്പോലെ ആഹാരം മാറ്റിവെച്ച് ദൈവത്തെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ സ്തോത്രം. അവരുടെ പരിമിതികൾക്ക്, അവരുടെ ആമേൻ കുറവുകൾക്ക് പരിഹാരം വരുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുന്നു, ഉപവസിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, ആമേൻ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന അനേകരുടെ ജീവിതങ്ങളിലും വചനവും അത് വ്യക്തമായി പറയുന്നുണ്ട്. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം ആമേൻ അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ ദൈവത്തോട് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ സ്തോത്രം. ശ്രദ്ധിക്കണമേ, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച ഒരു സഭയും ആമേൻ ആ സഭയുടെ പ്രാർത്ഥനയ്ക്ക് കാരണമായി തീർന്ന ഒരു വിഷയവും. എന്താണ് സഭയുടെ പ്രാർത്ഥനയ്ക്ക് കാരണമായി തീർന്ന വിഷയം? ആമേൻ സഭയുടെ പ്രാർത്ഥനയ്ക്ക് കാരണമായി തീർന്ന വിഷയം ആമേൻ പത്രോസ് എന്ന് പറയുന്ന സഭയിലെ ആമേൻ സ്തോത്രം ഒരു വ്യക്തി ആമേൻ സ്തോത്രം കാരാഗ്രഹത്തിനകത്തായിരിക്കുന്നു. ആമേൻ. ഹെരോദാവ് ആമേൻ സ്തോത്രം പൗത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് തളച്ചിട്ടിരിക്കുന്നു. ആമേൻ. തൊട്ട് തലേ ദിവസം ആമേൻ ഹെരോദാവ് പത്രോസിനൊപ്പം തൻ്റെ ആജ്ഞാനുവർത്തികളെ കൊണ്ട് പിടിച്ചതിൽ യാക്കോബിനെ ആമേൻ ഹെരോദാവ് സ്തോത്രം കൊന്നുകളയുവാൻ ഇടയായി തീർന്നു. ആമേൻ. അவ்விധത്തിൽ കൊലപാതകം കൺമുമ്പിൽ കണ്ട് തനിക്കൊപ്പം ഉണ്ടിറങ്ങി തൻ്റെ സന്തോഷങ്ങളിൽ പങ്കുചേർന്ന് ജീവിച്ച ഒരുവൻ മുൻപിൽ വെച്ച് മരണപ്പെട്ടു പോകുന്ന ആ വേദനയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ആമേൻ സ്തോത്രം തളർന്ന് മയങ്ങുന്ന പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയും. ശ്രദ്ധിക്കണമേ, കാരാഗ്രഹത്തിനകത്ത് മയങ്ങുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല. ഇന്ന് ഈ രാത്രിയിലും പലപ്പോഴും നമ്മൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുവാൻ കഴിയാതെ മടുത്തായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, കർത്താവേ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആമേൻ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല? ഈ കഷ്ടതയുടെ മധ്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടവനാണല്ലോ, ഇതിലും വലിയ പ്രതിസന്ധികളിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളവനാണല്ലോ, ഞാൻ മടുത്തു പോകാതെ നിന്നിട്ടുള്ളവനാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല? ആമേൻ. സാധാരണക്കാരായ നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നടന്നവൻ, കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വളർന്നവൻ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ ചുവട്ടിൽ ഭിക്ഷയാചിച്ച് കിടന്നവനെ ആമേൻ നരിയാണികളെ ഉറപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയവൻ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവൻ, അവൻ തളർന്നുറങ്ങുകയാ. കേൾക്ക്
പ്രൈസ് ഓർ ഫാമിലി ഉപവസിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ആമേൻ, നിങ്ങൾ ചിലപ്പോൾ തളർന്നു പോകാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാണും. ഇന്നലകളിൽ നിങ്ങൾ കരഞ്ഞിട്ടുള്ളവരായിരിക്കാം, ഉപവസിച്ചിട്ടുള്ളവരായിരിക്കാം, ഇന്നലകളിൽ നിങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളവരായിരിക്കാം, നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തളർന്നു പോകുന്നുണ്ടോ? ഭാരപ്പെടേണ്ട. പ്രൈസ് ഓർ ഫാമിലി ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രാർത്ഥിക്കുവാനൊരു സഭയുണ്ടെങ്കിൽ, കരയുവാൻ ഉപവസിക്കുവാനൊരു സഭയുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ആമേൻ, നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ശരിയായ സ്ഥാനത്ത് പ്രൈസ് ഓർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഏകദേശം 8 വർഷമായി ആമേൻ തുടർമാനമായി ഉപവാസമാണ്. എല്ലാ ദിവസവും ഉച്ചവരെ ഉപവാസമാണ്. സന്തോഷത്തോടെ പറയട്ടെ, ആമേൻ, സ്തോത്രം. ആ ഉപവസിക്കുന്ന ഞങ്ങൾക്കറിയാം, ഓരോ ഉപവാസ പ്രാർത്ഥനകൾക്കപ്പുറവും തളർന്നു കിടക്കുന്ന ഒത്തിരി പത്രോസുമാരെ ദൈവം കാരാഗ്രഹത്തിന്റെ ആമേൻ വാതിലുകളെ തുറന്ന് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്തും ചില പത്രോസുമാരെ എൻ്റെ കർത്താവ് 21 ദിവസത്തെ ഉപവാസത്തെ തുടർന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ഈ ഉപവാസം സഭയെ നിങ്ങൾക്ക് വേണ്ടിയാ. ഇന്ന് ഈ വൈകിവേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ചില പത്രോസുമാർ നിന്റെ ഭവനത്തിനകത്ത് തളർന്നു മയങ്ങുന്ന ചില പത്രോസുമാർ, അതേ ആമേൻ, കാരാഗ്രഹത്തിനകത്ത് ദൂതനിറങ്ങിയ ഓ റാധാര ഷാറിയാധേരെ ഷന്ധോർഗന യേശുവിൻ നാമത്തിൽ ആമേൻ, ഹല്ലേലൂയ. ചില പത്രോസുമാരെ പുറത്തു കൊണ്ടുവരാൻ ദൂതൻ ഇറങ്ങുക. എത്ര പേർ വിശ്വസിക്കും? ആമേൻ. ഇന്ന് ആമേൻ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇതിനകത്ത് നീ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ഭവനത്തിനകത്ത് ദൂതൻ ഇറങ്ങിയ ഓ സ്തോത്രം, പെട്ടുപോയ ചിലതിനെ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ശത്രു അടച്ചുറപ്പിച്ച ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഉപവാസവും പ്രാർത്ഥനയും പത്രോസ് പുറത്തു വരിക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. മതവേദിന്റെ തലമുറ പുറത്തു വരിക. അവൻ തളർന്നു കിടക്കുക. ആമേൻ, ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട് ഓ പത്രോസ് പുറത്തു വരിക. ഓ സ്തോത്രം സഹോദരൻ, നിന്റെ ശുശ്രൂഷ പുറത്തു വരിക. ഹെരോദാമിനാൽ ബന്ധിക്കപ്പെട്ട, കഠിന വാക്കുകളാൽ ബന്ധിക്കപ്പെട്ട ഒത്തിരി പേരെ വീഴ്ത്തി, എനിക്ക് നീ വേല വേണ്ട, എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കണ്ട, എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണ്ട എന്ന് പറഞ്ഞ് നീ ഇട്ടുകളഞ്ഞ കർത്താവിന്റെ വേലയുണ്ടല്ലോ, നീ അരമുറുക്കി പുറത്തിറങ്ങുവാൻ ഓ റാതാരാഷിയാറാത്തനെ 1-ാം കാവലും 2-ാം കാവലും കഴിഞ്ഞ് നീ പുറത്തു വരരുതെന്ന്, നീ പുറത്തു വന്ന് നല്ലത് പ്രാപിക്കരുതെന്ന്, നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകരുതെന്ന്, നീ അനുഗ്രഹം പ്രാപിക്കരുതെന്ന് പറഞ്ഞ് മനുഷ്യനും പിശാച് കൊട്ടിയടച്ച വാതിലുകളെ തുറന്നു തരുവാൻ ദൂതനിറങ്ങി. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, വെറും വാക്ക് പറഞ്ഞിട്ട് ഓടുകയല്ല, സഭ ഉപവസിക്കുന്നുണ്ട്. നിങ്ങൾ പ്രൈസ് ഓർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നുണ്ടോ? ഇതിനകത്തായിരിക്കുന്ന സഹോദരങ്ങളെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്നത് ആമേൻ സ്തോത്രം വെറും വാക്കല്ല. ആമേൻ, ഹല്ലേലൂയ. ഉപവസിക്കുന്ന ആമേൻ സഭയ്ക്ക് വേണ്ടി ജനത്തിന് വേണ്ടി കരയുന്ന സഭയുടെ വാക്കുകൾ അത്രേ. ആമേൻ, ഹല്ലേലൂയ. സഭ പ്രാർത്ഥിക്കുമെങ്കിൽ പത്രോസിന് കാരാഗ്രഹത്തിനകത്ത് കിടക്കുവാൻ കഴിയത്തില്ല. ആവർത്തിച്ച് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് നിങ്ങൾ പുറത്തിറങ്ങി ചോദിക്കുക. ആമേൻ, സ്തോത്രം. ആമേൻ. പ്രസംഗത്തിന് ഈ കാലഘട്ടത്തിൽ കുറവില്ല, പ്രാസംഗികന്മാർക്ക് കാലഘട്ടത്തിൽ കുറവില്ല, പ്രാസംഗിപ്പിച്ച് പ്രസംഗിക്കുന്നവർക്കും കുറവില്ല. ആമേൻ, സ്തോത്രം. പക്ഷേ പ്രാർത്ഥിക്കുന്നവർ എത്രയുണ്ട്? ഇന്നലകളിൽ പെന്തക്കോസ്ത് സഭ വളരുവാൻ ഇടയായിത്തീർന്ന പ്രാർത്ഥന എവിടെയൊക്കെ ഉണ്ട്? ആമേൻ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുനാളിലെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ കട്ട് ചെയ്ത് നെടുമങ്ങാട് ആമേൻ സ്തോത്രം സിനിമയ്ക്കായിട്ട് സൈക്കിളിൽ ചിലപ്പോൾ മഴയൊക്കെ നനഞ്ഞ് അല്ലെങ്കിൽ വെയിലത്ത് കടന്നു പോകുമ്പോൾ ഞങ്ങൾ വെയിലത്ത് കടന്നുപോയി തിരികെ വരുമ്പോൾ ആമേൻ സ്തോത്രം ഒരു വെള്ളം വാങ്ങി കുടിക്കുവാനുള്ള ക്യാഷ് പോലും കാണത്തില്ല. അങ്ങനെ തിരികെ വരുമ്പോൾ ആമേൻ സ്തോത്രം ഞങ്ങളൊരു സ്ഥലത്ത് ആമേൻ കുറച്ച് അമ്മമാരിരുന്ന് ഒരു ഷെഡിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്, അവിടെ സ്തോത്രം കലത്തിനകത്തിരിക്കുന്ന വെള്ളം അവർ കുടിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന മുമ്പേ ഞങ്ങളും കുടിച്ചിട്ടുള്ളത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ചില അമ്മമാരിരുന്ന് ആമേൻ ചില വർഷങ്ങൾക്ക് മുമ്പ് നെടുമങ്ങാട് ഏരിയയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇന്ന് അവിടെ വലിയൊരു ആമേൻ പ്രസ്ഥാനമായി ആമേൻ അനേകരുടെ വിടുതലിന് കാരണമായി മാറിയെങ്കിൽ, ഇന്നലകളിലെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെങ്കിൽ ആമേൻ പരാതി പറയേക്കം കുറ്റം പറയിക്കം നിർത്തി. ഇന്ന് ലോകത്തിന് കുറ്റം പറയാനേ സമയമുള്ളൂ. ഭാര്യയോട് ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയും, ഭർത്താവിനോട് ഭാര്യയെ കുറിച്ച് കുറ്റം പറയും, മക്കളോട് ആമേൻ മാതാപിതാക്കളെ കുറിച്ച് കുറ്റം പറയും. യേശുവിൻ നാമത്തിൽ കുറ്റം പറയുന്ന ചില നാവുകളെ ബന്ധിച്ച് നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കോ. നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥന ഉയരും. ഓ റാധരേ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധാരകന പിറുപിറുപ്പുകളെ മാറ്റിവെച്ച് യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്.
ഓ രാധേരേഷി അറധരേഷാരകന യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ആ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വരുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില പത്രോസുമാർക്കൊന്നും അധികകാലം കാരാഗ്രഹത്തിൽ കിടക്കാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. ഉറങ്ങിക്കിടക്കുന്നവനൊക്കെ ദൂതം പോയി കുത്തിയിളക്കും. ആമേൻ. രാധരേഷാരകന യേശുവിൻ നാമത്തിൽ. ആമേൻ. അടച്ചു വച്ചിരിക്കുന്നതിനൊക്കെ ദൂതൻ പോയി ആമേൻ വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവരും. താങ്ക് യു ലോർഡ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, ശത്രു അടച്ചു വെച്ച എന്റെ നന്മകളെ ഇന്ന് ദൂതൻ പോയി ആമേൻ തുറന്ന് വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവരും. എന്റെ തലമുറകളുടെ ഭാവിയെ വാതിൽ തുറന്ന് പുറത്തു കൊണ്ടുവരും. എന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ വാതിൽ തുറന്ന് ദൂതനെന്ന് ഇറങ്ങിയ നിന്റെ തലമുറയുടെ ഭാവിക്ക് വിരോധമായി, അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വിരോധമായി അടച്ചുറപ്പിച്ച് അവരെ മയക്കിക്കിടത്തിയ, ഞാൻ പറയും ആമേൻ, മയങ്ങിക്കിടക്കിയ ചില പത്രോസുമാർ മയങ്ങിക്കിടക്കിയ, ഇനി എന്തിന് പ്രാർത്ഥിക്കണം, ഇനിയും പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമോ ഉണ്ടെന്ന് ചോദിച്ച്, ഓ റാധേരേ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ, ഇനിയും പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമോ ഉണ്ടോ എന്ന് ചോദിച്ച് മയങ്ങിക്കിടക്കുന്ന ചില പത്രോസുമാരെ ആമേൻ സ്തോത്രം കുത്തി ഇളക്കുവാൻ ആമേൻ ദൂതൻ വരികയാ. റാധേരേ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. മയങ്ങിക്കിടക്കുന്ന ചിലതിനെ ദൂതൻ ഇറങ്ങി ആമേൻ പുറത്തു കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. കേൾക്കണമേ, സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന, പ്രൈസർ ഫാമിലിയെ നിലനിർത്തുന്നതും ആമേൻ ഇത് തന്നെയാണ്. ആമേൻ സ്തോത്രം. അനേകർ ആമേൻ പരാതി പോലെ പറയാറുണ്ട്, ദേവദാസനെ ആമേൻ ഞങ്ങളോട് ആമേൻ പ്രാർത്ഥിക്കുവാൻ പറയാറുണ്ട്, ഞങ്ങളോട് ഉപവസിക്കുവാൻ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകും. ഞങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾ പരാതി കേൾക്കേണ്ടി വരും, ഞങ്ങൾ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും, ഞങ്ങൾ പരിഹാസം വാക്കുകൾ കേൾക്കേണ്ടി വരും. ഞങ്ങളുടെ പാപത്തിൻ്റെ മുകളിലാണ് ഈ വിധത്തിൽ കഷ്ടത അനുഭവിക്കുന്നതെന്ന് പറയുന്ന കഠിന വാക്കുകൾ കേൾക്കേണ്ടി വരും. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആമേൻ അവരെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ ഞങ്ങൾ കേൾക്കേണ്ടി വരും. നിസ്സഹായതയോടെ ഞങ്ങൾ കേൾക്കേണ്ടി വരും. എന്നാൽ കേൾക്കണമേ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുറ്റം പറയുവാനല്ല ആമേൻ നിങ്ങൾ ആമേൻ ഞങ്ങളുടെ മുമ്പിൽ കേൾക്കുവാനല്ല ഞങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ആമേൻ ഈ വൈകിയ വേളയിലും ഞങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുവാനത്രേ. പത്രോസ് ഉറങ്ങുന്നു എന്നുള്ള കുറ്റം പറയുന്നവരല്ല സഭ. സഭയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പത്രോസ് ഉറങ്ങിയാലും മയങ്ങിയാലും അവനെ ദൈവം പുറത്തു കൊണ്ടുവരണം. യേശുവിൻ നാമത്തിൽ. ആമേൻ. ആരൊക്കെ മയങ്ങിയാലും, ആരൊക്കെ ഉറങ്ങിയാലും, ആരൊക്കെ തളർന്നു പോയാലും ദി പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുന്നുവോ, ഞങ്ങൾക്കൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നുവോ, ഉപവസിക്കുന്നുവോ, കേൾക്ക്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ പുറത്തു വരണം. ആമേൻ. ഹല്ലേലൂയ. സഭയ്ക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. സഭ ഇന്നലെ വീണുപോയ യാക്കോബിലേക്ക് നോക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. പത്രോസ് ഒരുപക്ഷെ നോക്കും. പത്രോസ് ഒരുപക്ഷെ ചിന്തിക്കും, അയ്യോ എനിക്കൊപ്പം ഉണ്ടായിരുന്ന, എനിക്കൊപ്പം കുറച്ചു നേരത്തെ ആഹാരം കഴിച്ച, എനിക്കൊപ്പം വെള്ളം കുടിച്ച, എന്നെ ആശ്വസിപ്പിച്ച, എന്നെ ബലപ്പെടുത്തിയ യാക്കോബ് പോയി. അയ്യോ എത്ര കാലമായി ഒരുമിച്ച് നടന്നതാ. യാക്കോബ് പോയി. പത്രോസ് സങ്കടപ്പെടും. പക്ഷേ ഒരു സഭയുണ്ട്. സഭയ്ക്ക് മരിച്ചവരിലുള്ള പ്രത്യാശയെ പോയിട്ടുള്ളൂ, ജീവിച്ചിരിക്കുന്നവരിലുള്ള പ്രത്യാശയുണ്ട്. ആമേൻ. നഷ്ടപ്പെട്ടു പോയതിലേക്കല്ല, ആമേൻ, ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ ഇന്നും ചിലത് പ്രാപിക്കേണ്ടതുണ്ട്. ആമേൻ. നീ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഇന്നും തകർക്കുവാൻ ശത്രുവിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നിന്നെ ഇനിയും നഷ്ടപ്പെട്ടവനാക്കി മാറ്റുവാൻ ഹെരോദാവിൻ്റെ വാളിന് പത്രോസിൻ്റെ കഴുത്തിനെ ഖണ്ഡിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ദേശത്തിലെ മന്ത്രവാദിക്കും, ദേശത്തിലെ ശത്രുവിനും, ദേശത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യർക്ക് നിന്നെ തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, വാക്കൊന്നേ ഉള്ളൂ. ആമേൻ. നീ ഇതിനകത്ത് കിടന്നു പട്ടുപോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിന്റെ നാളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. തന്ന കാഴ്ചപ്പാടിനായി, ദർശനത്തിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ. നാളെ ആമേൻ സ്തോത്രം 5-ാമത്തെ ദിവസത്തിലേക്ക് ആമേൻ ഉപവാസത്തോടെ ഞങ്ങൾ പ്രവേശിക്കും. ആമേൻ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ആമേൻ, എനിക്കും ഞങ്ങൾക്കും ഉപവസിക്കണം. ആമേൻ. ഞങ്ങൾക്കും ഉപവസിക്കണം. ഒരുപക്ഷേ ഉപവാസത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള പലരും ആമേൻ ഒരു ആമേൻ പരാതി പോലെ പറയുന്ന കാര്യമുണ്ട്. ദൈവദാസനെ
നിങ്ങൾ ആമേൻ എല്ലാ പ്രാവശ്യവും ഉപവസിക്കുന്നു, എല്ലാ ദിവസവും ഉപവസിക്കുന്നു. ആമേൻ ആമേൻ സ്തോത്രം. കഴിഞ്ഞ ആമേൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയുടെ മുകളിൽ നിന്ന് ഞാൻ താഴെ വീഴുന്നൊരു സന്ദർഭമുണ്ടായി. ഏകദേശം 11 അടി ഉയരത്തിൽ നിന്ന് താഴെ വീഴുന്നൊരു സന്ദർഭമുണ്ടായി. ആമേൻ. എന്നോട് ചോദ്യം ചോദിക്കുന്നവരെ പോലെ എനിക്കും ചിന്തിക്കുവാൻ കഴിയും. ആമേൻ. ഞാൻ 7ാമത്തെ ദിവസം, ഉപവാസത്തിൻ്റെ 7ാമത്തെ ദിവസമാണ് താഴെ വീണ് ഡിസ്ക് ആമേൻ 3 ഡിസ്ക് കംപ്രസ് ആമേൻ സ്തോത്രം സ്തോത്രം 3 ഡിസ്ക് കൊളാപ്സായി ഞാൻ ആശുപത്രിയിലായി തീർന്നത്. ആമേൻ. അന്ന് ആമേൻ എനിക്ക് വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കുവാൻ കഴിയും, കർത്താവേ എന്നാലും ഈ ഉപവാസത്തിന് മധ്യത്തിൽ എനിക്കിങ്ങനെ ഒരു സംഗതി വന്നല്ലോ, എൻ്റെ നട്ടലിന് പൊട്ടൽ വന്നല്ലോ, ഡിസ്ക് കൊളാപ്സ് ആയല്ലോ, ഇനി എഴുന്നേറ്റ് നടക്കുവാൻ തന്നെ പാടാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടല്ലോ. ആമേൻ സ്തോത്രം. കേൾക്കണമേ. ആമേൻ സ്തോത്രം. അങ്ങനെ കേവലം മനുഷ്യനെ പോലെ ചിന്തിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല ഞാൻ. കാരണം എനിക്കറിയാം വീഴ്ച ഉണ്ടെങ്കിലേ എഴുന്നേൽപ്പുള്ളൂ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ഞാൻ കിടന്ന ആശുപത്രിയിൽ എനിക്ക് മുമ്പേ വീഴുന്നവരൊക്കെ ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. പിന്നീടും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. കേൾക്കണമേ. എന്നാൽ അധിക നാൾ അതിനകത്ത് കിടക്കാതെ ആമേൻ വീൽ ചെയറിൽ ആമേൻ സ്തോത്രം സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ടുപോയ ആമേൻ സ്തോത്രം സ്ഥാനത്ത് നടന്ന ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വരുവാൻ എന്നോട് കൂടിയിരുന്ന ഒരു ദൈവം, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഉപവാസവും പ്രാർത്ഥനയും പ്രതിസന്ധി വരാതിരിക്കുവാൻ വേണ്ടിയല്ല, പ്രശ്നം വരാതിരിക്കുവാൻ വേണ്ടിയല്ല, ആരും ജയിച്ചിട്ടില്ലാത്തതുപോലെ ചില പ്രശ്നങ്ങളെ ജയിക്കുവാൻ വേണ്ടിയാ. ഉപവസിച്ചാൽ നിന്റെ മുമ്പിൽ പ്രശ്നം വരത്തില്ല എന്നല്ല, ഉപവസിച്ചാൽ നീ ഒരു പ്രശ്നവും കാണത്തില്ല എന്നല്ല, ഉപവസിച്ചാൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകത്തില്ല എന്നല്ല, എല്ലാം ഉണ്ടാകും. ഒരു പക്ഷേ മറ്റുള്ളവർ കാണുന്നതിലും അധികം നീ കാണും, മറ്റുള്ളവർ അനുഭവിക്കുന്നതിലും അധികം പ്രതിസന്ധി നീ അനുഭവിക്കും. പക്ഷേ ആമേൻ വചനം പറയുന്നു, അന്നായപ്പോ സിംഹം ഉപവസിച്ചു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദാനിയേൽ എന്നൊരു ഭക്തനുണ്ട്. പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ഉപവാസത്തിന് കുറവില്ല. ദാനിയേലേ, ആർക്കുമില്ലാത്ത സിംഹം നിന്റെ മുൻപിൽ എന്തിനാ? ആരും കാണാത്ത സിംഹത്തിന്റെ കുഴിയിൽ എന്തിനാ നീ പോയി വീണത്? ദാനിയേൽ പറയും, സിംഹം ആമേൻ ഇന്ന് ഉപവസിക്കുവാൻ പോകുക. ഇതുവരെ ഞാൻ ഉപവസിച്ചു, ഇന്ന് സിംഹം ഉപവസിക്കും. അതെ, ഇന്ന് ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, കടിച്ചു കീറുവാൻ ആമേൻ ചിതറിച്ചു കളയുവാൻ കാത്തു നിൽക്കുന്ന ബലമുള്ള ചില സിംഹങ്ങൾ നിനക്ക് വിരോധമായി വാക്കുകൊണ്ട് നിന്നെ കടിച്ച് കുതറിക്കുവാൻ തക്കവണ്ണം പ്രിയമകളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചില സിംഹങ്ങൾ വാടയ്ക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സിംഹങ്ങളുടെ വായ് കർത്താവ് അടപ്പിക്കുവാൻ പോകുക. നീ ഉപവസിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നത് വെറുതെ ആയി തീരത്തേയില്ല, വെറുതെ ആയി തീരത്തേയില്ല. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അങ്ങനെ പൊട്ട ബുദ്ധിയിൽ ആരും ചിന്തിക്കേണ്ട. ഉപവസിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, പ്രതിസന്ധി ഉണ്ടാകത്തില്ല, പ്രതികൂലങ്ങൾ കടന്നു വരത്തില്ല. ഞാൻ ആവർത്തിച്ച് പറയും, മറ്റാരും ഫേസ് ചെയ്തിട്ടില്ലാത്ത പ്രശ്നങ്ങൾ നീ ഫേസ് ചെയ്യേണ്ടി വരും. നീ ഇന്നു മുതൽ ഉപവസിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇന്നു മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പിക്കേണ്ടത് ഇങ്ങനെയാണ്. അതുവരെ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ തിരിച്ചറിഞ്ഞോളണം, പ്രാർത്ഥന എത്തേണ്ടടുത്തെത്തി. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥന എത്തേണ്ടടുത്തെത്തി. നിന്റെ ഉപവാസം ശരിയാണ്. ആമേൻ. ഹല്ലേലൂയ. നീ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ലോകം മുഴുവനും നിനക്ക് ചുറ്റും നിന്ന് ആമേൻ കൈയടിച്ച് താരാട്ടുപാടി നിൽക്കുന്നുണ്ടെങ്കിൽ നീ പറ്റിക്കപ്പെട്ടു. നിന്റെ പ്രാർത്ഥനയിൽ എന്തോ കുഴപ്പമുണ്ട്, നിന്റെ ഉപവാസത്തിൽ എന്തോ കുഴപ്പം. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആവർത്തിച്ച് പറയട്ടെ, ആമേൻ. ശരിയായി നീ ഉപവസിക്കുവാൻ തുടങ്ങുമെങ്കിൽ, ശരിയായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമെങ്കിൽ, ഞാനിങ്ങനെ പറയും, ഉറപ്പിച്ച് കാലുറപ്പിച്ച് ചവിട്ടിയിരിക്കുന്ന കീഴിലെ മണ്ണ് പോലും ഒലിച്ചു പോകും. ആമേൻ. ഹല്ലേലൂയ. അത്രമാത്രം പ്രതിസന്ധി. ഇന്ന് 4ാം ദിവസമായതേ ഉള്ളൂ. ആമേൻ. 10-11 തവണയായും തോന്നുന്നു 21 ദിവസം ഉപവാസ പ്രാർത്ഥന തുടങ്ങിയിട്ട്. ആമേൻ. ഇപ്പോൾ ഉപവാസം ഒരു പുത്തരി അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഈ 4 ദിവസമാകുമ്പോൾ തന്നെ ഞങ്ങൾക്കേറെ വിലയേറിയതെന്ന് കരുതിയത് പലതും നഷ്ടപ്പെട്ട ആമേൻ ചിന്തയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ആമേൻ. അപ്പം ഞങ്ങൾക്കറിയാം ഈ ഉപവാസവും എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. ശത്രു ആമേൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസവും എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഓ സ്തോത്രം. ഈ ഏപ്രിൽ അടുത്ത ചരിത്രമായി മാറുവാൻ പോകുക. ആമേൻ. നെയ്യാറ്റിൻകര ദേശത്തെ നോക്കി വിളിച്ചു പറയട്ടെ, ആമേൻ സ്തോത്രം. കഴിഞ്ഞ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചതുപോലെ കിഴക്ക് നോക്കി ഇറങ്ങിത്തിരിക്കുവാൻ പറഞ്ഞ് വന്നു ചേർന്ന ദേശത്തിന് മധ്യത്തിൽ ഈ ഒരു വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആവർത്തിച്ചു വിളിച്ചു പറയട്ടെ, ആമേൻ. ദേശം കണ്ടിട്ടില്ലാത്ത അത്ഭുതം, ദേശം കേട്ടിട്ടില്ലാത്ത അത്ഭുതം, പട്ടണത്തെ ഇളക്കുന്ന ഒരു അത്ഭുതം എന്റെ ദൈവം ആമേൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിന്റെ ജീവിതത്തിൽ
ഒരുക്കി വെച്ചിട്ടുണ്ട്. ദേശമേ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഒരുങ്ങിക്കോ. ഓ പ്രാധാന ഷഗാരതരെ ശാന്താരകര. ഇനി ദേശമേ പാരമ്പര്യത്തിന്റെ പേരിലല്ല, ഇനി ദേശമേ ജാതീയതയുടെ പേരിലല്ല, യേശുവിന്റെ പേരിൽ. ഓ രാധാര ശിഖ രതരെ ശാന്താരകര ധീബൽ ബൗഡ ശാന്തോരകര യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയും ഉപവാസവും ശരിയായ നിലയിലാകുമ്പോൾ ആവർത്തിച്ച് പറയട്ടെ. ആമേൻ. സ്തോത്രം. 31 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആമേൻ സ്തോത്രം മൂവാറ്റുപുഴ വെച്ച് ഞങ്ങളുടെ വാഹനത്തിന് ഒരു അപകടമുണ്ടായത്. ആമേൻ. അപ്പോഴും വേണമെങ്കിൽ ചോദിക്കാൻ, ചിന്തിക്കാൻ, കർത്താവേ 30 ദിവസം വയറുകൊട്ടി ആമേൻ നിന്റെ മുമ്പിൽ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥനയോടെ ഇതാ ഞങ്ങൾ അടുത്തൊരു ശുശ്രൂഷയ്ക്കായി ഇറങ്ങി പുറപ്പെടുന്നു. എന്തിനാണ് ഈ വഴിയിൽ ആമേൻ തകർത്ത് കളയുവാൻ തക്കവണ്ണം ആമേൻ ഞങ്ങളെ ഇട്ടുകൊടുത്തത്? കർത്താവ് പറയും, മോനെ അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ ചോദിക്കത്തില്ല. ഇനി ചോദിച്ചാൽ കർത്താവ് പറയും, മോനെ ഇട്ടുകൊടുത്തതല്ല, ആമേൻ നിന്നെ കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്കറിയാമെങ്കിലും കൂടെയുള്ള ഒത്തിരി പേർ അറിയേണ്ടതുണ്ട്. ആമേൻ. ഒരു ദേശീയപാതയിൽ തീർന്നു പോകുവാനുള്ളവനല്ല നീ എൻ്റെ മകനായതുകൊണ്ട്. ഓ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ 2-ാം തീയതി തകർന്നു പോകാതിരുന്നത് 31 ദിവസം ഉപവസിച്ചതുകൊണ്ടാണ്. അവൻ എൻ്റെ അപ്പനറിയാം എന്നെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് ഉപവസിപ്പിച്ച് ശക്തി പ്രാപിച്ച് അവൻ യാത്രയാക്കിയത്. അവൻ തകർന്നു പോകാതിരിക്കുവാൻ. പരീക്ഷ ഉണ്ടെന്നേ, എൻ്റെ ദൈവത്തിനത് പരീക്ഷയാ. അവൻ ഞാൻ ജയിച്ചവനാ, ആ പരീക്ഷ ജയിച്ചവനാ. ഉപവസിക്കുന്ന സഭയെ, പ്രാർത്ഥിക്കുന്ന സഭയെ കേൾക്ക്. നിനക്ക് മുൻപിലുള്ള പരീക്ഷകളെ നീ ജയിക്കുവാൻ ഓ രാധാര ഷിയാരധരെ ശാന്താരകന ദീപൽ ബൗഡ ശാന്തോർഗന യേശുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. നോക്കൂ, 12-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകമാണ് കേട്ടോ. അവ ആ ദൈവാലോചനകൾ നിങ്ങളുമായി പങ്കുവെച്ച് വരുമ്പോൾ കുറിവാക്യം വായിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. 12:5 കുറിവാക്യമായി ഇന്ന് അല്പസമയത്തെ വചന ധ്യാനത്തിനായി നമുക്ക് കർത്താവ് തന്നത്. ആമേൻ. ശ്രദ്ധിക്കണമേ, 12-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ഏകദേശം ഒരു അധ്യായം മുഴുവൻ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരിമ ശിഷ്യനായ, പ്രിയ ശിഷ്യനായ, തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ യോഗ്യനാണെന്ന് കർത്താവ് കണ്ട് തൻ്റെ ആട്ടിൻകൂട്ടത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതത്തിൽ, ഒപ്പം തൻ്റെ കൂട്ടാളിയായ തൻ്റെ വാക്ക് കേട്ട് യേശുവിനെ അനുഗമിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണുകയും നടക്കുന്നത് കാണുകയും അതിൻ്റെ പങ്ക് പറ്റുകയും പിന്നെ അതേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത യാക്കോബ് എന്ന അപ്പോസ്തലനും, നമുക്ക് അപ്പോസ്തലനും ആമേൻ പത്രോസിന് സഹോദരനും, ആമേൻ അവർ രണ്ടുപേരും കൂടെ ആമേൻ ചന്തസ്ഥലത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആമേൻ ഹെരോദാവിൻ്റെ പടയാളികൾ ആമേൻ സ്തോത്രം ജനത്തിൻ്റെ ഇഷ്ടം ആമേൻ നിറവേറ്റുവാൻ ജനം സന്തോഷിക്കട്ടെ എന്ന് കരുതി അപ്പോസ്തലനായ പത്രോസിനെയും ആമേൻ യാക്കോബിനെയും ആമേൻ തടവിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ അവൻ യാക്കോബിൻ്റെ ശിരച്ഛേദം ചെയ്തു, അഥവാ യാക്കോബിൻ്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. തുടർന്ന് ആമേൻ പിറ്റേ ദിവസവും ജനത്തിന് സന്തോഷം കൊടുക്കാം എന്ന് പറഞ്ഞ് ആമേൻ പത്രോസിനെ കാരാഗൃഹത്തിലാക്കി. ഇന്ന് ഈ വൈകിയവേളയിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിലർ അങ്ങനെയാണ്. ആമേൻ ഒറ്റയടിക്കൊന്നും കൊല്ലത്തില്ല, ആമേൻ കൊല്ലാതെ കൊല്ലും. ഓ സ്തോത്രം. ആമേൻ നിന്നെക്കൊണ്ട് മാക്സിമം സന്തോഷിച്ചിട്ട്, നിന്നെക്കൊണ്ട് മാക്സിമം നിന്റെ കഷ്ടത കണ്ട്, അവൻ നിന്റെ തകർച്ച കണ്ട്, നിന്റെ കണ്ണുനീർ കണ്ട്, നീ നരകിക്കുന്നത് കണ്ട് മാക്സിമം സന്തോഷിച്ചിട്ട്, മാക്സിമം എൻജോയ് ചെയ്തിട്ട് ചിലർ നിന്നെ കൊല്ലത്തുള്ളൂ. അതിനുവേണ്ടി നിന്നെ സൂക്ഷിച്ചിരിക്കുക. ഇപ്പോഴത്തെ ചാകാതിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ആമേൻ സ്തോത്രം ചിലർക്കൊന്നും നിന്നെ ആമേൻ സ്തോത്രം നിന്റെ സങ്കടം കണ്ട് കൊതി തീർന്നിട്ടില്ല. കേൾക്ക്, ആമേൻ അவ்விധത്തിൽ നിന്റെ സങ്കടം കാണുവാൻ, നിന്റെ കണ്ണുനീർ കാണുവാൻ, നിന്റെ തകർച്ച കാണുവാൻ, ഓ രാധേരെ ശാന്താരകന നിന്റെ കഴുത്തിന് മുകളിൽ വാൾ വെച്ച് നിന്നെ കൊന്നുകളയുമെന്ന് വിരോധ കൽപ്പന പുറപ്പെടുവിച്ചായിരിക്കുന്ന ചിലരുടെ മധ്യത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ ഇന്ന് ഈ വൈകിയവേളയിൽ പുറത്തു കൊണ്ടുവരിക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ചിലരുടെ വിരോധ കൽപ്പനകൾക്കകത്ത് നിന്ന് ഈ വൈകിയവേളയിൽ എന്നെ കേൾക്കുന്ന സഭയെ ചിലരുടെ വിരോധ കൽപ്പനകളിൽ നിന്ന് ആമേ റാധാര അവിടെ ആ രാജ്യത്തിട്ട് നിന്നെ നരകിപ്പിക്കുമെന്ന്, ആ കുടുംബത്തിനകത്ത് നിന്ന് പ്രിയമകളെ, പ്രിയ സഹോദരി നിന്നെ നരകിപ്പിക്കുമെന്ന്, അവിടെ നീ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് കെട്ടും ഭാണ്ഡവും മുറുക്കി ഓടേണ്ടി വരുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന, നിന്റെ കഷ്ടത കണ്ട് ഊറിച്ചിരിക്കുവാൻ കാത്തിരിക്കുന്ന ചില ദുഷ്ടമനുഷ്യരെ ഇഷ്ടത്തിന്
യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല, ആമേൻ, സ്തോത്രം. ചിലരൊക്കെ കെട്ടും പാണ്ടവും മുറുക്കിയിരിക്കുക, ആമേൻ, വാരിക്കെട്ടി എങ്ങോട്ടെങ്കിലും പെയ്യാ മതി. ഈ മുടിഞ്ഞവരുടെ ഇടയിൽ കിടക്കണ്ട, ഈ നശിച്ചവന്മാരുടെ ഇടയിൽ. ഓ റാധേരേ ഷിയാറാധര ശാന്തോനെ റേഖേ. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ. ചിലരുടെ ആമേൻ പ്രതീക്ഷകളിൽ നിന്ന്, ആമേൻ, നോക്കൂ, വചനം അങ്ങനെയാ പറയുന്നത്, ആമേൻ, സ്തോത്രം. 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. യഹൂദന്മാർ വിചാരിച്ചു, ആമേൻ, നാളെ പത്രോസിന്റെ കഴുത്തറ്റ് വീഴുമ്പോൾ ചിരിക്കാം, സന്തോഷിക്കാം. ആമേൻ, പത്രോസിനൊരു ദൈവമുണ്ടല്ലോ, ആ ദൈവം എവിടെ എന്ന് ചോദിച്ച് പത്രോസിനെ പരിഹസിക്കാം. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ചിലർ കാത്തിരിപ്പുണ്ട്, ആമേൻ, സ്തോത്രം, നിന്റെ തകർച്ചയിൽ ചിരിക്കുവാൻ വേണ്ടി, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുവാൻ വേണ്ടി. നിന്റെ തലമുറകളെ ചൂണ്ടിക്കാണിച്ച്, നിന്റെ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ച്, നിന്റെ ഭാര്യയെ ചൂണ്ടിക്കാണിച്ച്, നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന തകർച്ചകളെ ചൂണ്ടിക്കാണിച്ച്. ഓ താങ്ക് യു ലോർഡ്, ആമേൻ. അവരുടെ ഇഷ്ടത്തിൽ നിന്ന്, ആമേൻ, ഹല്ലേലൂയ, അവരുടെ പ്രതീക്ഷയിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക. ആമേൻ, ഹല്ലേലൂയ. യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്ന്, യോ സ്തോത്രം, പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന ദൈവം ഈ വൈകിവേളയിലും വിളിച്ചു പറയട്ടെ, സഹോദരി, നിന്റെ തലമുറയെ, ആമേൻ, ദേശത്തിൽ നിന്നാപാത്രമായി തീരുവാൻ എൻ്റെ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. നിന്നെ ദേശത്തിൽ നിന്നാപാത്രമായി തീരുവാൻ, നീ തകർച്ചയിലേക്ക് വീണു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് അറിയാം അയക്കേണ്ട സ്ഥാനത്ത് ദൂതനെ അയക്കാൻ. ആമേൻ. പ്രാർത്ഥിക്കുവാൻ കൂടെ ആളുണ്ടായിരുന്നാൽ മാത്രം മതി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കേൾക്കണമേ പ്രിയരെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുറ്റം പറയലല്ല. ആമേൻ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കലല്ല. ആമേൻ. പലർക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ഞാൻ മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, നാട്ടുകാർ പ്രാർത്ഥിക്കുന്നില്ല. പലരും പല സഹോദരിമാർക്കാണ് പ്രശ്നം. സഹോദരിമാർ സങ്കടത്തോടെ പറയും, പാസ്റ്ററേ കേൾക്കണമേ, എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, എൻ്റെ മക്കൾ പ്രാർത്ഥിക്കുന്നില്ല, എൻ്റെ നാട്ടുകാർ പ്രാർത്ഥിക്കുന്നില്ല, എൻ്റെ ദേശം പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ മാത്രം ഇവിടെ കിടന്ന് തുഴഞ്ഞുകൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. പലരും സംസാരിക്കുന്ന കേൾക്കുമ്പോൾ സങ്കടം വരാറുണ്ട്. ആമേൻ, സ്തോത്രം. ശരി സഹോദരി, ഞാൻ തിരികെ ചോദിക്കും, നാട്ടുകാരും പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ നിന്റെ പ്രാർത്ഥന ഇതുവരെ ദൈവം കേട്ടിട്ടുമില്ലല്ലോ. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, ആമേൻ, ഈ കുറ്റം പറച്ചിൽ കൊണ്ടാണ് കേൾക്കാത്തത്. ആമേൻ. നാട്ടുകാരെ നോക്കി പ്രാർത്ഥിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുവാനാ. ആമേൻ, ഹല്ലേലൂയ. നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നോഹ പെട്ടകം ഉണ്ടാക്കിയാൽ മതി, മക്കളെ പെട്ടകത്തിനകത്ത് കയറ്റുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ. വേണമെങ്കിൽ നോഹയ്ക്ക് പറയാമായിരുന്നു, കർത്താവേ, ഈ മുടിഞ്ഞവന്മാർ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഇവനൊക്കെ ഇപ്പോഴത്തെ രീതിയിൽ അങ്ങ് നടക്കുക, അവനൊക്കെ തോന്നിയ പാടേ പോകത്തുള്ളൂ, ഞാൻ പറഞ്ഞാൽ ഇവനൊന്നും കേൾക്കത്തില്ല, ഇവനൊന്നും എൻ്റെ കൂടത്ത് കാണത്തില്ല, രക്ഷപ്പെടത്തില്ല, എന്തിനെൻ്റെ ഭാര്യ പോലും കൂടെ കാണത്തില്ല എന്ന് വേണമെങ്കിൽ നോഹയ്ക്ക് പറഞ്ഞ് കരയാമായിരുന്നു. പക്ഷേ നോഹയ്ക്ക് അറിയാം, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തോളാം. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, പലർക്കും തിരിച്ചറിയുവാൻ കഴിയാത്തൊരു സാധനം, ആമേൻ, ഇതൊരു പദവിയാണ്. പ്രാർത്ഥിക്കുവാൻ അവസരം കിട്ടുന്ന ഒരു പദവിയാണ്. അതെല്ലാവർക്കും കിട്ടത്തില്ല. ആമേൻ. നിങ്ങളുടെ പട്ടണത്തിൽ എത്ര, ആമേൻ, പോലീസ് ഇൻസ്പെക്ടർമാരുണ്ട്? ആമേൻ, അതൊരു പദവിയാണ്. നാട്ടിലുള്ള എല്ലാവരും പോലീസ് ഇൻസ്പെക്ടർമാരാകത്തില്ല. ആമേൻ. നിങ്ങളുടെ നാട്ടിൽ എത്ര വക്കീലന്മാരുണ്ട്? അതൊരു പദവിയാണ്. ആമേൻ. ഗസറ്റ് റാങ്കിലുള്ള എത്ര പേരുണ്ട്? അതൊരു പദവിയാണ്. ആമേൻ. അതെല്ലാവർക്കും കിട്ടത്തില്ല. അതുപോലെ പ്രാർത്ഥനാക്കാരൻ, പ്രാർത്ഥനാക്കാരി, അതൊരു പദവിയാണ്. നാട്ടിൽ കിടക്കുന്ന അണ്ടനും അടകോടനും ഒന്നും കിട്ടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നിന്നെ ദൈവം സെലക്ട് ചെയ്തതാ, നിന്നെ ദൈവം തിരഞ്ഞെടുത്തതാ, കുറ്റം പറയാനല്ല. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി ഓ യെസ്, യേശുവിൻ നാമത്തിൽ പരാതി പറയുന്നത് നിർത്തിയിട്ട് നീ പ്രാർത്ഥിച്ചു തുടങ്ങ്. ഈ 21 ദിവസം നിന്റെ ചരിത്രം മാറുവാൻ പോകുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. പരാതി പറയുന്നത് നിർത്തിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നില്ല, ഇവർ പ്രാർത്ഥിക്കുന്നില്ല. പലർക്കും ഇതാണൊരു, ആമേൻ, താല്പര്യം. ആമേൻ, സ്തോത്രം. ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ താല്പര്യം താല്പര്യമില്ല. ആമേൻ. വ്യക്തികൾക്ക് പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല. അതിന് കാരണം അനേക സഭകൾക്കും അങ്ങനെ പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല. അവരെന്ത് ചെയ്യും? ആമേൻ, വിളിച്ചിരുത്തിയിട്ട് ആമേൻ, അമ്മാമേ, ആമേൻ, ആമേൻ, സഹോദരൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് വിടുതൽ നടക്കാത്തത്. അത് കേൾക്കുമ്പോൾ അമ്മാമ്മയ്ക്ക് ഒരു ആശ്വാസമാകും. അന്ന് രാത്രി മുതൽ ആമേൻ ഭർത്താവിനോട് യുദ്ധം തുടങ്ങും. ആ സഹോദരന്മാരോട് പറഞ്ഞു കൊടുക്കും, അമ്മാമ്മ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് വിടുതൽ നടക്കാത്തത്, സഹോദരന് വേണ്ടത് കിട്ടി. അന്ന് മുതൽ യുദ്ധം തുടങ്ങും. ആമേൻ. മാതാപിതാക്കളോട് പറയും, മക്കൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് വിടുതൽ നടക്കാത്തത്. ആമേൻ. എന്നെ
കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുന്നത് തന്നെ ആമേൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ. ആമേൻ, ഞങ്ങൾക്ക് കർത്താവ് തന്ന കാഴ്ചപ്പാടിന് ആ ദൈവത്തെ സ്തുതിക്കുന്നു. പണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള കാലഘട്ടം ഈ ലോകപ്രകാരം ജീവിച്ച് ഒരു സ്തോത്രം, ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് എങ്കിലും ആമേൻ ദൈവം തന്ന കൃപയാൽ പഠിക്കുവാൻ കഴിഞ്ഞു, പഠനം കഴിഞ്ഞു, നല്ല ജോലി കിട്ടി. ആമേൻ ICICI ബാങ്കിൽ ജോലി ഏകദേശം 8ഓളം വർഷം കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുന്നു. നല്ല നിലയിൽ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലായിരിക്കുന്ന സമയം മദ്യത്തിൽ അടിപ്പെട്ടു വല്ലാത്ത അവസ്ഥയിലൂടെ ജീവിതം കടന്നു പോകുന്ന ആ സമയം. ആമേൻ, അപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ചില നാളുകൾക്ക് ശേഷം ആമേൻ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം പ്രാർത്ഥിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. ആമേൻ, അങ്ങനെ ഞങ്ങളൊരു പാസ്റ്റർ അടുത്ത് വിളിച്ചു പറഞ്ഞു, ആമേൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആമേൻ അവൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ ആമേൻ പാസ്റ്റർ തിരിച്ചു പറഞ്ഞു, അവനും കൂടെ പ്രാർത്ഥിച്ചാലേ ശരിയാകത്തുള്ളൂ. ഏത് ആമേൻ വാ തുറന്നാൽ ആമേൻ കോണ്ടസയും ജവാനും മാത്രം വായിൽ വരുന്ന ഞാൻ പ്രാർത്ഥിച്ച് ശരിയാക്കാൻ വേണ്ടിയാണ് പാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയല്ല, ആമേൻ പെട്ടുപോയവന് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് ജോലി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഒരു കുടിയനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നീ നേരെ ആക്കിയതും തന്നെ. ആമേൻ, അവൻ കുടിക്കും, നീ പ്രാർത്ഥിക്കുക. ആമേൻ, സ്തോത്രം. അവൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി പോകരുത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമാണ്. ആമേൻ, ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ അനുഭവത്തെ മുൻപിൽ നിർത്തി ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഇതുപോലെ ആമേൻ പെട്ടുപോയ ഒത്തിരി പേരുണ്ട്. ഇതുപോലെ ആമേൻ പ്രാർത്ഥിക്കുവാൻ ഒപ്പം നിൽക്കാത്ത ഒത്തിരി പേരുടെ മധ്യത്തിൽ തളർന്നായിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ, പ്രൈസ് ഫാമിലി അങ്ങനെയാണ് രൂപപ്പെട്ടത്. നിങ്ങളുടെ ശരിയായ പ്രാർത്ഥന സഹായികളായി. ആമേൻ, നിങ്ങളുടെ മക്കളെ കുറ്റം പറയത്തില്ല, നിങ്ങളുടെ ഭർത്താവിനെ കുറ്റം പറയത്തില്ല, ഭാര്യയെ കുറ്റം പറയത്തില്ല. നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ വിഷയം അതാണ്. ആമേൻ, അതിനെ നോക്കി കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഡോക്ടറെ കാണാൻ പോകുമ്പോൾ രോഗത്തെ കുറ്റം പറഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാലമാടൻ ക്യാൻസർ ഇത് തന്നെ, ഇങ്ങനെ തന്നെയാണ്. ഈ ക്യാൻസർ എന്തെങ്കിലും നന്നായാലല്ലാതെ ലോകം നന്നാവത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അർത്ഥ മാറ്റേണ്ടതിന് അർത്ഥ മാറ്റണം. കീമോ കൊടുക്കേണ്ടടുത്ത് കീമോ കൊടുക്കണം. റേഡിയേഷൻ കൊടുക്കേണ്ടടുത്ത് റേഡിയേഷൻ കൊടുക്കണം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഉപവാസവും പ്രാർത്ഥനയും റേഡിയേഷനാ. ആമേൻ, കീമോയ. ആമേൻ, മുറിച്ചു മാറ്റേണ്ടതിനെ മുറിച്ചു മാറ്റുവാൻ ഞങ്ങൾക്കറിയാം. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഇന്ന് പകലും കർത്താവ് സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥനയിലേക്ക് കുടുംബങ്ങൾ കടന്നു വരിക. സഹോദരി, ഇന്ന് മുതൽ നീ സഭയ്ക്കൊപ്പം പ്രാർത്ഥിച്ചു തുടങ്ങി. നീ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം യേശുവിൻ നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൂതൻ ഇറങ്ങുക നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി, സഭയുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി. സ്തോത്രം. ഹെരോദാവിന്റെ കാരാഗ്രഹത്തിനകത്തിറങ്ങിയ ദൈവം, 2 കാവലുകൾക്കും അകത്തിറങ്ങിയ ദൈവം ചങ്ങലപ്പൂട്ടുകളെ അഴിച്ച് അരമുറുക്കിപ്പിച്ച് ഹെരോദാവിന്റെയും യഹൂദന്റെയും പ്രതീക്ഷയിൽ നിന്ന് പത്രോസിനെ വിടുവിച്ച ദൈവത്തിന്റെ ദൂതൻ ഇന്ന് ആമേൻ നിനക്ക് വേണ്ടി ചിലരുടെ പ്രതീക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ആരും മൗനമായിരിക്കരുത്. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഈ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഉപവാസത്തിന്റെ 4ാമത്തെ വൈകിയ വേള, ആമേൻ സ്തോത്രം, നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങിയ നീ ഇതിനകത്തായിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മക്കളുടെ ജീവിതത്തിൽ, നിന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ യേശുവിൻ നാമത്തിൽ ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. കർത്താവു ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവു ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. കർത്താവു ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവു ഗംഭീരനാദത്തോടും
നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്ത് എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്ത് കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ കണ്ടേ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ കണ്ടേ കാന്തയാകും വിശുദ്ധ സഭ. മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ, മണിയറയ്ക്കുള്ളിൽ കടക്കുമെന്നാൽ എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം ഉണ്ടാം അവർക്ക്. 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 കരകൾ തട്ടി അന്യഭാഷകൾ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ട്. ആമേൻ. ആ മതിൽ വീഴുക സഹോദരി, ആ മതിൽ വീഴുക സഹോദര. യേശുവിൻ നാമത്തിൽ അന്യഭാഷകൾ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ട്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാം മതിൽ വീഴട്ടെ. മുന്നേറ്റത്തിന് തടസ്സമായി, പ്രാപിക്കലിന് തടസ്സമായി, സൗഖ്യത്തിന് തടസ്സമായി, ഓ അലച്ചിൽ നടത്തി വരുത്തുവാൻ തക്കവണ്ണം മതിലുകൾ വീഴട്ടെ, മതിലുകൾ വീഴട്ടെ. തലമുറകളുടെ ഭാവിക്ക് വിരോധമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ വീഴട്ടെ. അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ വീഴട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഈ ജനതാടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമമഹത്വത്തിനായി സ്വർഗ്ഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. മതിലുകൾ അങ്ങ് വീഴ്ത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അപ്പാ, സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഈ ഉപവാസ പ്രാർത്ഥന 4ാമത്തെ രാത്രിയിലും ആ രോഗികളെ സൗഖ്യമാക്കിയ കൃപയ്ക്കായി സൗഖ്യത്തോടെ ഇതിനകത്തുനിന്ന് മടങ്ങിപ്പോകുവാൻ, സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ഈ ശബ്ദം കേൾക്കുന്നവർ, ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്നവർ, യേശുവേ ഈ ശബ്ദം കേൾക്കുന്ന സ്ഥാനത്ത് പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.